നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ ഇടുക്കി അണക്കെട്ടുകൾക്കുമായി ബന്ധപ്പെട്ട പ്രളയ സാഹചര്യം ബഹിരാകാശ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തിരിച്ചറിയുന്നത് സംബന്ധിച്ച് ISRO ചെയർമാനുമായി ചർച്ച നടത്തിയതിനു പിന്നാലെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമ്മിലടിക്കുന്ന രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നവരെ ഭയക്കേണ്ടതുണ്ടെന്ന് പ്രതികരിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. രാഷ്ട്രീയമായി പല കാര്യങ്ങളിലും കൈകോർക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും MK സ്റ്റാലിനും മുല്ലപ്പെരിയാർ വിഷയത്തിൽ മാത്രം ഒരുമിച്ചൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല. മുഖ്യമന്ത്രിമാർ ഒരുമിച്ചിരുന്ന് മുല്ലപ്പെരിയാർ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കിയാൽ മാത്രമേ ഇരു സംസ്ഥാനങ്ങളിലെയും ജില്ലകൾക്ക് ഗുണമുണ്ടാവുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ മാറ്റത്താലുള്ള പ്രശ്നങ്ങൾ രാജ്യത്താകമാനം രൂക്ഷമായ സ്ഥിതിയിൽ രണ്ട് ഡാമുകളിലെയും സാഹചര്യം അടിയന്തരമായി വിലയിരുത്തേണ്ടതുണ്ടെന്നായിരുന്നു സുരേഷ് ഗോപി ബംഗളൂരിലെ അന്തരീക്ഷ ഭവനിൽ ISRO ചെയർമാൻ S സോമനാഥുമായി നടന്ന കൂടിക്കാഴ്ചയിൽ പറഞ്ഞത്. വെള്ളപ്പൊക്ക സാധ്യത നേരത്തെ അറിയാൻ ഉയർന്ന റവല്യൂഷണറിയുള്ള ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ ഉൾപ്പെടെ ബഹിരാകാശ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആർജിക്കുന്ന വിവരങ്ങൾ ഗവേഷകർക്ക് കൈമാറുമെന്ന് സോമനാഥ് മന്ത്രിക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. അണക്കെട്ടുകളിൽ അടിഞ്ഞുകൂടിയ ചെളിയുടെ അളവിനെക്കുറിച്ചും പ്രാദേശിക വ്യവസായങ്ങൾക്ക് അവ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ഗവേഷണം നടത്താൻ സുരേഷ് ഗോപി ശാസ്ത്രജ്ഞരോട് ആവശ്യപ്പെട്ടതായി ISRO പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മാണത്തിനായി പഠനം നടത്താനുള്ള കേരളത്തിന്റെ നിർദ്ദേശം കേന്ദ്ര സർക്കാർ ചർച്ച ചെയ്യാൻ പരിഗണിച്ചതിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ രംഗത്തെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിന് കത്തയക്കുകയും ചെയ്തു. സുപ്രീം കോടതി ഉത്തരവുകളുടെ ലംഘനമാണ് ഈ നീക്കമെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മുല്ലപ്പെരിയാർ ഡാമിന്റെ 366 മീറ്റർ താഴെയായാണ് കേരളം പുതിയ ഡാമിനായി കണ്ടെത്തിയ സ്ഥലം. പരിസ്ഥിതി ആഘാത പഠനം, വനം വന്യജീവി വകുപ്പിന്റെ അനുമതി എന്നിവ ലഭിക്കേണ്ടതുണ്ട്. പുതിയ ഡാമിന് DPR തയ്യാറാക്കുന്നത് രണ്ടാം തവണയാണ്. 2011 തയ്യാറാക്കിയപ്പോൾ 600 കോടി രൂപയാണ് ചെലവ് കണക്കാക്കിയിരുന്നത്. മുല്ലപ്പെരിയാറിന്റെ നിലവിലെ അപകടകരമായ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് വ്യക്തമാക്കുന്ന ന്യൂയോർക്ക് ടൈംസിന്റെ ലേഖനം പുറത്തു വന്നതോടെയാണ് അണക്കെട്ടിലെ പതിയിരിക്കുന്ന അപകടം കൂടുതൽ ചർച്ചകൾക്ക് വഴിവെച്ചത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഭൂകമ്പ ബാധിത പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ന്യൂയോർക്ക് ടൈംസിൽ പ്രസിദ്ധീകരിച്ച ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. അപകടമുണ്ടായി അണക്കെട്ട് തകർന്നാൽ താഴ്വാരത്ത് താമസിക്കുന്ന ഏകദേശം 35 ലക്ഷം ആളുകളെ ഒഴുക്കിക്കൊണ്ടുപോകുമെന്ന മുന്നറിയിപ്പും അവർ നൽകുന്നു. 129 വർഷത്തെ പഴക്കമുണ്ട് മുല്ലപ്പെരിയാറിന്. ആധുനിക ഡാം നിർമ്മാണ സങ്കേതങ്ങൾ നിലവിൽ വരുന്നതിന് മുന്നേ 1895 മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അപകട സാധ്യത മുല്ലപ്പെരിയാറിനാണ്. UN നടത്തിയ പഠനവും മുമ്പ് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനിടെ പുതിയ ഡാം അസാധ്യമായ ഒന്നാണെന്ന് പറയുകയാണ് പള്ളിവാസൽ പദ്ധതിയുടെ പ്രോജക്ട് എഞ്ചിനീയർ ആയിരുന്ന ജേക്കബ് ജോസ്. പുതിയ ഡാമിന്റെ നീളം 1800 അടിയാണ്. പുതിയ ഡാമിന് പഴയ ഡാമിനേക്കാൾ 50 അടി ഉയരം കൂടുതലുണ്ട്. അതായത് 226 അടി ഉയരം വേണം പുതിയ അണക്കെട്ട് നിർമ്മാണത്തിന്. വനം വകുപ്പിന്റെ അനുമതി മുതൽ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള അനുമതി വരെ ലഭിക്കേണ്ടതുണ്ട്. 2024 എസ്റ്റിമേറ്റ് അനുസരിച്ച് 1300 കോടി രൂപയാണ് അണക്കെട്ടിന് നിർമ്മിക്കാനായി വേണ്ടിവരിക. പഴയ അണക്കെട്ടിന് താഴെയായാണ് പുതിയ അണക്കെട്ട് പണിയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ബലമുള്ള പാറ നിരത്തിക്കെട്ടി അവിടെ നിന്ന് വേണം പണി ആരംഭിക്കാൻ. എല്ലാവരും പറയുന്നത് പോലെ അപകടകരമായ അവസ്ഥയിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിലനിൽക്കുന്നതെങ്കിൽ പണി ആരംഭിക്കുമ്പോൾ തന്നെ അണക്കെട്ട് പൊട്ടും. ഇടുക്കി ഭൂകമ്പ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ 1 മുതൽ 5 വരെയുള്ള സ്കെയിലിൽ 3-ാം നമ്പറിൽ പെടുന്ന സ്ഥലമാണിത്. അങ്ങനെ നോക്കിയാൽ പ്രായോഗികമായി അണക്കെട്ടിന് താഴെ പുതിയതൊന്നും പണിയാനാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ വെള്ളം ഇടുക്കി റിസർവോയറിലേക്കാണ് വരിക. വരുന്ന ഭാഗത്തായ വശങ്ങളിൽ നാശനഷ്ടമുണ്ടാകും എന്നത് തീർച്ച. 1000-ൽ താഴെ ആളുകളെ അത് ബാധിക്കും. ജീവഹാനി ഉണ്ടായേക്കാം. സ്വത്തിനും നാശനഷ്ടമുണ്ടാകാം. അവിടുത്തെ ടോപ്പോഗ്രഫി നോക്കിയാൽ അറിയാം, വെള്ളം പരന്നൊഴുകില്ല. 2 മലകൾക്കിടയിലൂടെ ഇടുക്കി ജലാശയത്തിൽ വന്നു ചേരുകയുള്ളൂ. 15 TMC ഇടുക്കി റിസർവോയറിൽ എത്തിയാൽ ഒരു ചെറുവിരൽ കൊണ്ട് അമർത്തുന്ന സമ്മർദ്ദം പോലും അതിന് ചെലുത്താൻ സാധിക്കില്ല. ആ ജലാശയത്തിലേക്ക് അത് ചേരും. ഏത് സാഹചര്യത്തിൽ പൊട്ടിയാലും ഇടുക്കിക്ക് താഴേക്ക് ഒരു തുള്ളി വെള്ളം പോലും പോകില്ല. മാക്സിമം ജലനിരപ്പിൽ നിന്ന് 5 അടി കുഷ്യൻ ഇടുക്കി ഡാമിന് മുകളിലേക്കുണ്ട്. അത് മുല്ലപ്പെരിയാറിലെ വെള്ളം അതിൽ വന്ന് ശാന്തമായി യോജിക്കും. തീർച്ചയായും മുല്ലപ്പെരിയാർ മുതൽ ഇടുക്കി വരെ 20 കിലോമീറ്റർ വശത്ത് നാശനഷ്ടമുണ്ടാകാം. അതിനുള്ള പ്രതിരോധമാണ് സർക്കാർ കൈക്കൊള്ളേണ്ടതെന്ന് അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.